ഡിസ്ട്രിക്ട് തിരുവണ്ണാമലയുടെ GLT കോർഡിനേറ്റർ, ഈ ഒരു റോറിംഗ് മൺഡേ എന്ന പ്രോഗ്രാമിൻ്റെ ഉപജ്ഞാതാവും അതുപോലെ കഴിഞ്ഞ 44 തിങ്കളാഴ്ചകളായിട്ട് ഏകദേശം 2500 മെമ്പേഴ്സിനെ, അത് 3000-ഓളം മെമ്പേഴ്സിനെ വളരെ കൊണ്ടായിട്ട് ട്രെയിൻ ചെയ്ത് വരുന്ന ലയൺ ദാസ് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്ന ഫസലുക്ക അടക്കമുള്ള മോസ്റ്റ് ലയൺ മെമ്പേഴ്സ് ഫ്രം ഡിസ്ട്രിക്ട് തിരുവണ്ണാമല ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാ വിധത്തിലുള്ള അർത്ഥവും മാനവും നൽകുവാനായി നമ്മളൊപ്പം ചേർന്നിരിക്കുന്ന ശ്രീമാൻ ദിനേശ് ശങ്കരൻ. പ്രിയ സുഹൃത്തുക്കളെ, ഒത്തിരി എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഈ വർഷം തുടക്കത്തിൽ തൊട്ട് വളരെയധികം ഡിസ്ട്രിക്ട് മൾട്ടിപ്പിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മറ്റൊന്നുമല്ല, കൗൺസിൽ മീറ്റിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും മൾട്ടിപ്പിൾ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെ ഗഹനമായ രീതിയിൽ സംസാരിക്കുവാൻ ത്രാണിയും കെൽപ്പുമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കൊണ്ടുവരികയും എല്ലാവർക്കും ഒരു ഡിസ്ട്രിക്ട് 318 എന്നുള്ള എല്ലാ മൾട്ടിപ്പിളിലുള്ള എല്ലാവർക്കും പങ്കെടുക്കുവാനുള്ള ഒരു അവസരവും നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത GLT കോർഡിനേറ്റർ കബീർ ദാസിന്, അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അഭിനന്ദനം ഈ സമയത്ത് അർപ്പിക്കട്ടെ. ആദ്യമായിട്ട് തന്നെ എല്ലാ ഭാവങ്ങളും നേരുന്നു. മറ്റൊന്ന് പറയട്ടെ, ലയൺസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എല്ലാവർക്കും അറിയാൻ പോലെ നമുക്ക് എല്ലാവരും ഒന്നിച്ചു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, സർവീസ് ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടാലന്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഒരു ഉന്നമനത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാക്സിമം ലീഡർഷിപ്പ് ട്രേറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. അത് മാത്രമാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഫ്രട്ടേണിറ്റിയിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലയൺസ് ഇന്റർനാഷണൽ 25% മെമ്പേഴ്സ് ഷുഡ് ബി ട്രെയിൻ ഫോർ എക്സലൻസ് എന്നുള്ള ഒരു വലിയ ഒരു ക്ലിയർ ഒരു മോട്ടീവോട് കൂടി നമ്മൾ പറയുന്നത്. കാരണം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ദിശാബോധത്തോടു കൂടി സഞ്ചരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിലും എപ്പോഴും അത് പ്രാപ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത അവിടെയുണ്ട്. പക്ഷെ അപ്പോഴാണ് ഈ പറയുന്ന റോളിംഗ് ഡേ പോലുള്ള പ്രോഗ്രാമുകൾക്ക് അതിൻ്റെതായ ഒരു അർത്ഥത വരുന്നത് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 3000-ഓളം പേരെ കൊണ്ടുവരാൻ പറ്റി. അതിൽ സംഘടിപ്പിക്കാൻ പറ്റി ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്തമാകുന്നത് എല്ലാ ആഴ്ചകളിലും നല്ല രീതിയിലുള്ള ഒരു എന്നുള്ളത്, ആ ഒരു രീതിയിൽ അതിലും കുറച്ചുകൂടെ മഹത്തരമായ രീതിയിൽ ഇവിടെ ഓൺലൈൻ എക്രോസ് ദ മൾട്ടിപ്പിൾ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കുകയും അതിനെ പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ഇനിയുള്ള നാളുകളിൽ ഇതിന് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തുമാത്രം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടുകേൾവി അല്ലാതെ ഇതിന് മുന്നോട്ട് വന്നത് കാണുവാനുള്ള ഒരു സാഹചര്യം എനിക്കിപ്പോഴാണ് വന്നത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ഇതിന് വേറൊരു രീതിയിൽ ശ്രമിക്കാനായിട്ട് തുനിയെങ്കിലും ചെയ്തതിനെ എന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഇതിനു വേണ്ടി ചിന്തിക്കുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ദിനശങ്കരൻ നമുക്ക് ഇന്ന് നൽകുന്ന ഒരു അറിവും കാര്യങ്ങളും ഈ ഒരു കൂടുതൽ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് മോട്ടിവേഷൻ ആവും എന്നുള്ളത് സംശയമില്ല. എല്ലാവിധത്തിലും ഈ ഒരു ഇനിഷ്യേറ്റീവിന് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻ ജോബിൻ്റെ നേതൃത്വത്തിൽ GLT കോർഡിനേറ്റർ കബീർ ദാസ് നൽകുന്ന ഈ പ്രോഗ്രാം ഏറ്റവും മഹത്തരമാണ്. ഇത് തുടക്കം വെച്ചത് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ GLT കോർഡിനേറ്റർ അഡ്വക്കേറ്റ് AV വാമനകുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കാം. അദ്ദേഹം ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിന് ഇത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ 44ാമത്തെ എപ്പിസോഡ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയലിനിസം. താങ്ക് യു.
താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ ബാൻഡ് വിടുത്ത് മോശമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ബട്ട് എന്നാലും വളരെ നല്ല കാര്യം. സാറിന് ഒരുപാട് നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തി. എനിക്കറിയാം സാർ ഒരു യാത്രയിലും മറ്റുമാണ്. ആ യാത്രയുടെ ഇടയിലും നമുക്ക് സമയം കണ്ടെത്തി ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. വർഷങ്ങളോളം സാറിന്റെ ജീവിത ഈ പ്രവർത്തനത്തിലെ ഈ മിഷൻ 1.5 സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇനി വരും വർഷങ്ങളിൽ ഒരു മൾട്ടിപ്പിൾ 1100 നെറ്റ് ഗെയിൻ ഉണ്ടാക്കാൻ ഈ ഒരു വർഷം ഇതുവരെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ ഈ വർഷം നെറ്റ് ഗെയിൻ ഉണ്ടാകും. ഇനി ഒരു മൾട്ടിപ്പിൾ ഇതുപോലൊരു നെറ്റ് ഗെയിൻ ഉണ്ടാകുന്ന വർഷം ചിലപ്പോഴേ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അടുത്ത വർഷം കൂടെ മിഷൻ 1.5 ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അടുത്ത വർഷം കുറച്ച് ഇതുപോലെ നെറ്റ് ഗെയിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരും. എന്നാലും എന്നും ജീവിതത്തിൽ സാറിനൊരു കൊണ്ടുപോൽ തന്നെയാണ് ഈ നെറ്റ് ഗെയിൻ, ഈ മൾട്ടിപ്പിൾ ഇത്രയും 1100 നെറ്റ് ഗെയിൻ ഒരു വർഷം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അസറ്റ് തന്നെയാണ്. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അടുത്ത ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചന്ദ്രബാബു അവർ ഫ്ലോറിലുണ്ടോ? അഞ്ചൽ ക്ലബിന്റെ ചന്ദ്രബാബു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സുരേന്ദ്ര സാർ ഉണ്ടോ? സുരേന്ദ്ര സാർ ഉണ്ട്. പക്ഷെ ചന്ദ്രബാബു രാജൻ സാർ ഇറങ്ങി ഒരു സെക്കൻഡ്. സാർ സാർ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കേട്ടു സാർ, കേട്ടു കുഴപ്പമില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ഇത് പോയെന്നെ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല സാർ. ഓക്കെ, ശരി. അയ്യോ ശരി സാർ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. ഇപ്പൊ രാജൻ നമ്പൂതിരി സാർ ഇറങ്ങുക എന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നല്ലപോലെ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഗസ്റ്റിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. പുള്ളി കയറിയിട്ട് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. ദിനേശ് ശങ്കരൻ സാറിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാം. എന്റെ അടുത്ത ഫ്രണ്ട് ആണെന്ന് അറിയാം. പിന്നെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കേൾക്കാം നമുക്ക്. അതിനുശേഷം അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹം തന്നെ പറയും. കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമുക്ക് നേരെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പോകാം. സർ, ഫ്ലോർ ഈസ് യുവർ സർ. ദിനേശ് സർ. താങ്ക് യു കബീർ സർ, താങ്ക് യു. എന്നെ കേൾക്കുന്നില്ലേ സർ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. അപ്പൊ ഈ സിംഹങ്ങളുടെ മടയിലേക്ക് ആദ്യമായിട്ടാണ് വരികയാണ്. ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന്. ആദ്യമായിട്ട് സിംഹങ്ങളുടെ മടയിൽ കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമാണ്. കേരളത്തിന്റെ ഒരു മികച്ച റിസൾട്ട് അനൗൺസ് ചെയ്തൊരു ദിവസമാണ്. ആ സന്തോഷത്തിൽ നമുക്കൊന്ന് പുഞ്ചിരിക്കാം. എല്ലാവർക്കും ഒരു ടാറ്റ തരാം. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. ഓക്കെ, പറ്റുന്നവർക്കൊന്ന് വീഡിയോ ഓൺ ചെയ്യാം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോണ്. എല്ലാവരും ശ്രദ്ധിച്ച് പറയണം. ഒറ്റ വാക്കിൽ നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഇത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. ഇന്നത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നു. അതിനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ്ലി ഒരു ഒറ്റ വാക്കിൽ എന്തെങ്കിലും ഒരു പദം കൊടുത്തുകൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ആരാണ് ക്രിയേറ്റീവ്? ജനാധിപത്യ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. ജനാധിപത്യ മൂല്യം. ഗ്രേറ്റ്, സൂപ്പർ. എല്ലാവർക്കും പറയാം. നിങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ ഇന്നത്തെ റിസൾട്ട്, ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് പറയാം. സുനാമി. ഗ്രേറ്റ്. മലയാള മനോരമയുടെ ഹെഡിങ് സുനാമി. ഗ്രേറ്റ്, സൂപ്പർ. എല്ലാവർക്കും പറയാം. ഇവിടെ അല്ല, ഫൈസൽ സാർ ചിരിക്കുന്നുണ്ട്. ഉസ്മാൻ സാർ ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയം. ഒന്നടങ്കം തൂക്കി. സൂപ്പർ, ഗ്രേറ്റ്. അപ്പൊ റിസൾട്ട് കേരളം, ബംഗാൾ, തമിഴ്നാട് കുറെ സംസ്ഥാനങ്ങൾ നടന്നു. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ. ഈ ഒരു അടുത്ത ചോദ്യം വരാൻ പോകുന്നത്, ഈ ഇലക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും മെസ്സേജ് ഒന്നുകൂടി ഡീപ്പർ ലെവലിൽ ചിന്തിക്കുക. ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നു. 10 കൊല്ലം ഭരിച്ച ഒരു പാർട്ടിയുടെ റിസൾട്ട് വന്നു. നമുക്ക് ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാം. എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടോ? വിജയവും പരാജയവും പരസ്പര പൂരകമാണ്. വലിയ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ വേണമെങ്കിൽ സൂപ്പർ. പിന്നെ വേറെ ഒന്നടങ്കം ചേർത്ത് നിർത്തണം. യെസ്, എത്ര വിജയമാണെങ്കിലും എന്തൊക്കെ ഇത് വന്നു കഴിഞ്ഞാലും ലൈഫിൽ ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും കിട്ടും. ഗ്രേറ്റ്. വേറെന്തെങ്കിലും? സർവീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക, ബാക്കിയെല്ലാം അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. അതും വളരെ മനോഹരമായ കാര്യമാണ്. കാരണം ഫ്യൂച്ചർ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് ആക്ഷൻസ് ഏറ്റവും ബെസ്റ്റായി ചെയ്യാം. ഫ്യൂച്ചറിന്റെ വഴിക്ക് വരട്ടെ. ഗ്രേറ്റ്, സൂപ്പർ. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അത് വ്യക്തമായിട്ട് വളരെ മനസ്സിലാക്കി. മനോഹരമായ ഒരു കാര്യമാട്ടോ. പ്രത്യേകിച്ച് ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ആളുകൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ജനങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അതൊരു സത്യമാണ്. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ്. ചേഞ്ച്, അത് ബുദ്ധന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് മാറ്റമില്ലാത്തത് ഒരേ ഒരു സാധനം മാത്രമാണ്, സെലീൻ പറഞ്ഞ പോലെ ചേഞ്ച്. അത് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഒരുപാട് മെസ്സേജ് ഒരൊറ്റ ഇലക്ഷൻ റിസൾട്ടിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, ഈ ഒരു സെഷൻ ഇതിലൂടെ ആരെയും പഠിപ്പിക്കാനായിട്ട് അത്ര പ്രാപ്തിയുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഹൈ വേവ് ലെങ്ത് ഉള്ള ആളുകളുടെ എക്സ്പീരിയൻസ്, അവരുടെ ജീവിത അനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൽ ചിലപ്പോൾ കത്തേണ്ട ആളുകൾക്ക് കത്തും. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഇപ്പൊ ഈ ഇലക്ഷനൊക്കെ ഏതോ ഒരു പാർട്ടി ജയിച്ചു, ഒരു പാർട്ടി തോറ്റു, അതൊന്നും വിഷയമാക്കണ്ട. കബീർ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഡിന്നർ തരുന്നുണ്ട്. കേരളത്തിലെ ഫേമസ് ആയ, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഡിന്നറായിട്ട് തരാൻ പോകുന്നത്. ആർക്കെല്ലാം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും ഐറ്റം? വളരെ ഹെൽത്തി ആയ ഒരു ഐറ്റമാണ്, സ്റ്റീമിൽ കുക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഡിന്നറായി തരാൻ പോവാണ്. എന്തായിരിക്കും ഐറ്റം? എക്സലൻസ്. ഷിജു സാറിനാണ് ആദ്യത്തെ സമ്മാനം. ഇന്ന് നമുക്ക് കുറച്ച് പുട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. എല്ലാവരും റെഡിയാണോ? യെസ്. പുട്ടിന്റെ ചിത്രം വന്നോ? പുട്ട് വന്നോ? യെസ്. അപ്പോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ? ഷിജു സാർ ഒന്ന് തംസപ്പ് തരണം കേട്ടോ. കുറച്ച് പേര് കാണാം. ഓക്കെ, എനിക്ക് ഷിജു സാറെ കാണാണ്ട്. പുട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തണമെന്ന് കബീർ സാർ പറഞ്ഞിരുന്നു. ഞാൻ ദിനേശ് ശങ്കരൻ, പട്ടാമ്പിക്കാരനാണ്. 20 കൊല്ലം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ഞാൻ ആഗ്രയിലായിരുന്നു. അപ്പൊ നമ്മള് നല്ല ഫുഡാണ് എയർഫോഴ്സ് ബേസിലൊക്കെ കിട്ടുക, വളരെ ഹെൽത്തി ഫുഡാണ്. പക്ഷേ ഒരു വികാരമില്ലാത്ത ഭക്ഷണമായിരിക്കും. ഈ 10-25 സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോഴാണെങ്കിൽ 28 സ്റ്റേറ്റ് വരുന്ന ആളുകൾക്ക് രുചി, എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് രുചി ഉണ്ടാവില്ലല്ലോ. അപ്പം മസാലകളെല്ലാം കുറവായിരിക്കും, ഹെൽത്തി ആയിരിക്കും, പക്ഷെ വികാരങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണമാവും. അപ്പൊ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു മല്ലു ബില്ലറ്റ് എന്ന് പറയും, ഞങ്ങൾ മലയാളികളെല്ലാം കൂടിയിട്ട് ഒരു ബില്ലറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പുട്ടുണ്ടാക്കാം. അപ്പൊ അതിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തു. മീൻകറി വേറെ ടീം വെച്ചു, പുട്ട് ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, എല്ലാവരും കാത്തിരുന്നു. അവസാനം കുറെ ആവിയൊക്കെ വന്നു, ഞങ്ങൾ പുട്ടും കുട്ടി എടുത്തു. പുട്ട് ഇട്ടപ്പോ പുറത്തേക്ക് എടുക്കുമ്പോൾ പുട്ട് വരുന്നില്ല, ഒന്നും കുറ്റി കാലിയാണ്. എന്തായിരിക്കും കാരണം? അടിയിൽ ചില്ലിട്ടില്ല. ഈ സാധനല്ലേ, ചില്ലിടാൻ മറന്നുപോയി. ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു, അരിപ്പൊടി ഇട്ടു, നാളികേരം ഇട്ടു, എല്ലാം ഇട്ടു, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. കുറെ മിനിറ്റുകൾ വളരെ സന്തോഷത്തോടെ മീൻകറി അവിടെ പാരലലി വേകുന്നുണ്ട്. സാധനം നോക്കിയപ്പോൾ പുട്ടും കുറ്റി കാലി. നമ്മൾ ഒരുപാട് സാധനങ്ങൾ അതിലിട്ടിരുന്നു, പക്ഷെ ഈ സാധനം മാത്രം ഇടാൻ മറന്നുപോയി. ലൈഫും ഇങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും മനോഹരമായിട്ട് പുട്ടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരുപാട് ഇപ്പൊ വെറൈറ്റി പുട്ട് കിട്ടാറുണ്ട്, വളരെ ഹെൽത്തി റിച്ച് ആയ പുട്ടുകൾ കിട്ടാറുണ്ട്, നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഇടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ പുട്ട് കിട്ടൂല, പുട്ടെല്ലാം വെള്ളത്തിൽ പോകും. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എല്ലാവരും പറയണം. ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്താ പറയുക സാർ? പരിവർത്തനം അല്ലെ? മാറ്റം, പരിവർത്തനം. ഏറ്റവും വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ആളുകളെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് കൂടുതൽ? ഏത് സെക്ടറിലാണ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്? എല്ലാവർക്കും പറയാം. ഏറ്റവും പരിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ. ഡിഫൻസിൽ. ഓക്കെ, എല്ലാവർക്കും പറയാം. ഇവിടെ ആരുമില്ല, ട്രെയിനറോ ഇതൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും വേഗതയിൽ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? എല്ലാവർക്കും പൊതുരംഗത്ത് കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും?
ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ട്രെയിനർ എന്ന ഒരു സ്പെഷ്യൽ ഇതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഫിലിം ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രി ഗ്രേറ്റ്, സൂപ്പർ, ബിസിനസ്സിൽ കണ്ടിട്ടുണ്ട് സാർ. ഗ്രേറ്റ്. ഇതെല്ലാം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾ ഒരു കല്യാണം കഴിഞ്ഞ് മാറ്റങ്ങള് നീതൽ മാം പറഞ്ഞ 100% സത്യമാണ്. എൻ്റെ ഭാര്യ എന്നോട് ഓർമ്മിപ്പിക്കാറുണ്ട്, മനുഷ്യ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ. അപ്പൊ സന്തോഷം. പക്ഷെ ഞാൻ ഏറ്റവും വേഗത്തിൽ മാറിയ ഒരാളെ ഇപ്പൊ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതല്ല, അനുഭവത്തിൽ കണ്ടത് എൻ്റെ ബ്രദറിലോ ആയിരുന്നു. അദ്ദേഹം മദ്യപിച്ചിരുന്നു, ഹോട്ടൽ വ്യവസായിയായിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം, നല്ല വൃത്തിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ആ ബീഫ് പുള്ളിയുടെ ഫേവറേറ്റ് ഫുഡായിരുന്നു. എപ്പോൾ ബീഫ് ഉണ്ടാക്കുമ്പോഴും പുള്ളിയാണ് ടേസ്റ്റ് നോക്കും. ഏത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴും ടേസ്റ്റ് നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതെല്ലാം നിർത്തി. ഇപ്പൊ പ്യുവർ എന്താ പറയുക, ഹോംലി ഫുഡാണ്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കില്ല, പാക്കഡ് ഭക്ഷണം കഴിക്കില്ല, പ്രോസസ്ഡ് ഭക്ഷണം കഴിക്കില്ല, എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതം മൊത്തം മാറി. അത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മാസമായിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങാനുള്ള കാരണം, അദ്ദേഹം കുറച്ച് കാലമായിട്ട് ഞാനും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് കൊളനിൽ ക്യാൻസറാണ്. അപ്പൊ ആ ക്യാൻസർ വാർഡിൽ അതിന് മുന്നേ ജൂബിലിയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഞാനും കുറേ ദിവസം സ്റ്റേ ചെയ്തു സഹായിയായിട്ട്. അന്ന് ഞാൻ കണ്ടു അവിടെയുള്ള ആളുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മാറിയ ആളുകളാണ്. അതുവരെ ഒരിക്കൽ പോലും അവർ ചിന്തിക്കാത്ത രീതിയിൽ, ഒരിക്കൽ പോലും എന്താ പറയാ, ചിന്തിക്കാത്ത രീതിയിൽ അതിവേഗത്തിൽ മാറാൻ ശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ ശ്രമത്തിന് എത്ര റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം വൈകി പോയിട്ടുള്ളൊരു മാറ്റമാണ്. മാറുന്നുണ്ട്, ഫാസ്റ്റായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് നേരം വൈകിട്ടുള്ള മാറ്റമാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ചില്ല് എന്താന്ന് ഇപ്പൊ വ്യക്തമാവും. എന്താണ് ആ ചില്ല്? പുട്ടുംകുറ്റിയിലിടുന്ന ആ ചില്ല് വ്യക്തമായ ആളുകൾക്കൊന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കാം. നിങ്ങൾ എന്തൊക്കെ എത്ര റിച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഈ ചില്ല് ശരിയല്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാവുകയാണ്. ചില്ല് പിടി കിട്ടിയോ? തിരിച്ചറിവ്. എന്തിന്റെ തിരിച്ചറിവ്? ലൈഫില് നിയന്ത്രണങ്ങൾ. അല്ല, ഞാൻ പറയാൻ ബോധം. ലൈഫിലെ ഏറ്റവും വലിയ ആ ചില്ല്, ഈ പുട്ടുംകുറ്റിയിലെ ഏറ്റവും വലിയ ചില്ല് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പാലിയേറ്റീവ് കെയർ നേഴ്സായിരുന്ന നമ്മുടെ ബ്രൗണി വെയർ എന്നൊരു ലേഡി മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മരണക്കിടക്കയിൽ എത്തുമ്പോഴാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ അവന്റെ ഈ ചില്ലിനെ കുറിച്ച് ചിന്തിക്കാറ്. ആ ചില്ലിന്റെ പേരാണ് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത്. മരണക്കിടക്കയിൽ എത്തുമ്പോൾ അവർ ചിന്തിക്കും, എനിക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ ആരോഗ്യത്തെ പരിപോഷിക്കാമായിരുന്നു, എൻ്റെ ഭക്ഷണത്തെ ഒന്നുകൂടി നോക്കാമായിരുന്നു, കുറച്ചുകൂടി എക്സസൈസ് ചെയ്യാമായിരുന്നു, ഒന്നുകൂടി മനോഹരമായിട്ട് എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാമായിരുന്നു. അതുകൊണ്ടാണ് വൈകി പോയിട്ടാണ് ഇവരെല്ലാം മാറുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളുടെ ആരോഗ്യം അത് വെറുതെ വരുന്നതല്ല. 40-50 കൊല്ലമായിട്ട് നമ്മളെ 4 രീതികൾ ആരോഗ്യത്തിന്റെ, ആഹാർ, വിഹാർ, അത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ ഉപയോഗിക്കുന്ന 4 വാചകങ്ങളാണ്. ആഹാരമുണ്ട്, വിഹാറുണ്ട്, ആചാരമുണ്ട്, വിചാരമുണ്ട്. ഒന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ്, രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യാൻ ചെയ്യുന്ന എക്സസൈസ്, അതുപോലെ ബോഡിക്ക് ഏറ്റവും വേണ്ട ഉറക്കം, സ്ലീപ്പ്, റെസ്റ്റ്. അതുപോലെ തന്നെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലോകത്തോട് പെരുമാറുന്നു. നാലാമത് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മളുടെ മാനസിക, നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സ്. ഈ 4ഉം കൂടിയതിന്റെ 30-40 കൊല്ലമായിട്ട് ഞാൻ എങ്ങനെ ഈ ഫീൽഡുകളിൽ, ഈ ഏരിയാസിൽ നല്ല രീതിയിൽ എനർജി കൊടുത്തിട്ടുണ്ടോ, എൻ്റെ പുട്ടുംകുറ്റിയിലെ ചില്ല് സൂപ്പറായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. കിട്ടുന്നതെല്ലാം കഴിക്കുന്നുണ്ട്, എക്സസൈസും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ലെങ്കിൽ ആ ചില്ലിന്റെ ഓട്ട അല്ലെങ്കിൽ ചില്ലിന്റെ ദ്രവീകരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ ചില്ലിനെ കുറിച്ച് ഇന്നൊന്ന് ചിന്തിക്കാനും എൻ്റെ സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതെന്തെങ്കിലും എക്സസൈസ് ആകാം, അല്ലെങ്കിൽ കൂടുതൽ സമയം ഉറങ്ങുന്ന രീതിയാകാം, സോഷ്യൽ മീഡിയ ഒന്ന് കുറയ്ക്കുന്നതാകാം, കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്നതാകാം, ഹോട്ടലിലെ ഭക്ഷണം ഒഴിവാക്കുന്നതാകാം, എന്തുമാകാം. നിങ്ങളുടെ ലൈഫിലെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന 1-2 ചെറിയ ശീലങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം.
ഡയറി ഉണ്ടെങ്കിൽ ഡയറി, അല്ലെങ്കിൽ മൊബൈലിൽ നോട്ട് ചെയ്യാം. കുറേ ക്ലാസ്സുകൾ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേട്ട ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്നു മുതൽ എൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, മരണക്കിടക്കയിൽ എത്തുന്നതിന് മുന്നേ അവിടെ എത്തിയിട്ട് പശ്ചാത്തപിക്കുന്നതിന് പകരം ഞാൻ ഇന്നു മുതൽ എൻ്റെ ആരോഗ്യത്തെ ചെറിയതായിട്ടൊന്ന് മെച്ചപ്പെടുത്താൻ പോവാണ്. അതിന് പറ്റിയ 2 ചെറിയ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ആർക്കെങ്കിലും നോട്ട് ചെയ്തവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിക്കണം, ഒന്ന് ഷെയർ ചെയ്യാം. അത് ആഹാരമാകാം, നമ്മൾക്ക് എക്സസൈസ് ആകാം, ഉറക്കമാകാം, ആളുകളോട് പെരുമാറുന്ന രീതിയാകാം, നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ് ആകാം, എന്തുമാകാം. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ചെറിയൊരു കാര്യങ്ങളും. മനഃപൂർവ്വമാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളൊരു ഗ്രൂപ്പിന്റെ മുന്നിൽ നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 99% നാളെ മുതൽ നിങ്ങളത് ലൈഫിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാം. സെലീന മാം പറഞ്ഞോളൂ. ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്ന ഈവനിങ് ഓർ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഗ്രേറ്റ്. ഒരു സ്നേഹം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മുന്നിൽ ഒരു ലവ് സിമ്പിൾ ഉണ്ടാവും. സെലീന മാമിന് ഒരു സ്നേഹം എല്ലാവർക്കും കൊടുക്കാം. സാർ മെഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. ആരോ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ നബീർ സാറെ. സന്തോഷം. അപ്പൊ ഈ ആദ്യത്തെ ചില്ലിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെയാണ് നമ്മൾ അതിന്റെ മുകളിൽ നിങ്ങൾ എന്തൊക്കെ സമ്പാദ്യം നേടുന്നു, എന്തൊക്കെ ബിസിനസ് ഉണ്ട്, ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഈ ചില്ല് സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ അതെല്ലാം വെള്ളത്തിലാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് പേരെ അറിയാം ഇങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അവരിങ്ങനെ അവരെ വിഷമം, കുട്ടികളെ കല്യാണം പോലും കാണാൻ പറ്റണേ എന്ന് പറഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം അവർക്ക് തന്നെ അറിയാം എപ്പോഴാണ് ഇതെന്ന് പ്രശ്നത്തിലേക്ക് പോവാന്നുള്ളൊരു വല്ലാത്തൊരു കുറ്റബോധത്തിൽ ജീവിക്കുന്നു. ആ കുറ്റബോധമില്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പതുക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ ആരോഗ്യത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഭൂമിയിൽ സഹായിക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും വരുമോ? ഏതെങ്കിലും ബംഗാളിയെ കൊടുത്തിട്ട് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റുമോ? കിട്ടുമോ? ചാൻസ് കുറവാണ്. ഈ മനുഷ്യനെ ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മനുഷ്യനെ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹമാണ് ഈ ലോകത്തിൽ പുട്ട് ഉണ്ടാക്കുമ്പോൾ പുട്ട് ഏറ്റവും മനോഹരമായ പുട്ട് നിർമ്മിക്കാനുള്ള ഒരു സൂത്രപ്പണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം ലോകത്തിന് പറഞ്ഞു കൊടുത്ത മനുഷ്യൻ. ഒരു അത്ഭുതമുണ്ടോ? പുട്ടുണ്ടാക്കാൻ ഇങ്ങനെ ഒരു അമേരിക്കൻ സായിപ്പ് ഇത്രയും മനോഹരമായിട്ട്. ഏറ്റവും മനോഹരമായ പുട്ട് ലഭിക്കണമെങ്കിൽ ആ പുട്ടിന്റെ ഇടയിൽ ഒരു സാധനം ഇടണം. എന്താണ് ഇടുക മാം? സെലീന മാം? തേങ്ങ അല്ലെ? തേങ്ങ ഇടണം. അല്ലെങ്കിൽ ഡ്രൈ പുട്ടായി പോവും. നിങ്ങൾ എത്ര ബീഫിന്റെ പുട്ടുണ്ടാക്കിക്കോളൂ അല്ലെങ്കിൽ മട്ടന്റെ പുട്ടുണ്ടാക്കിക്കോളൂ, എത്ര വലിയ പുട്ടുണ്ടാക്കിക്കോളൂ, അത് മാത്രം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതില്ല. ഒരു ഫില്ലിങ്സ് ഇടയിൽ വേണം. അപ്പോഴാണ് ആ വേവല് അതിന്റെ ആവിയിൽ കിടന്നുള്ള അത് കറക്റ്റ് ആവും, അതിന്റെ ഫ്ലേവർ പിടിക്കും. പുട്ടിനെ മനോഹരമാക്കുന്നത് അതിന്റെ ഇടയിലിടുന്ന ഫില്ലേഴ്സ് ആണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വാൽഡിംഗർ. അദ്ദേഹം ചെയ്ത ഇതാണ്. നമുക്ക് അവസാനം പറയാം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന്. വളരെ സ്മാർട്ടായ വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചിട്ടും ചെയ്യാട്ടോ. റോബർട്ട് വാൽഡിംഗർ ഈ പുട്ട് ഏറ്റവും മനോഹരമായ പുട്ട് സൃഷ്ടിക്കാനുള്ള ഫില്ലിങ്സ് എന്തായിരുന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു ചിത്രം കാണുമ്പോൾ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ടുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ആശയം മുന്നിൽ വരുന്നുണ്ടോ? ഭരണാധികാരികളെ വെട്ടിയിടുന്നത് പൊതുജനമാണ്. ഗ്രേറ്റ്. ഭരണാധികാരി വീണ് കിടക്കുന്നു, പൊതുജനം എണീച്ചിരിക്കുന്നു. ഗ്രേറ്റ്, സൂപ്പർ. അതൊരു പാർട്ടീനെ ഇതാക്കുന്നല്ലോ കേട്ടോ. നമ്മൾ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ രാഷ്ട്രീയം ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറയാം. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കറണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാട്ടോ. ഇവിടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, നോർത്ത് ഇന്ത്യൻ ഇലക്ഷൻ ആയിക്കോട്ടെ, കേരള ഇലക്ഷൻ ആയിക്കോട്ടെ, തമിഴ്നാട് ഇലക്ഷൻ ആയിക്കോട്ടെ, ഭരിച്ചവർ വീണ് കിടക്കുന്നുണ്ട്, എന്നാൽ പ്രജകൾ എണീറ്റ് നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ആശയമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയം? ഒരു ഉറുമ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ആനന്റെ പണി തീർക്കാൻ പറ്റും. ഒരു ഉറുമ്പിന് വേണമെങ്കിൽ ആനേനെ വീഴ്ത്താം. ഗ്രേറ്റ്. വേറെ എന്തെങ്കിലും? എല്ലാവർക്കും പറയാം. വേറെ ആർക്കെങ്കിലും? ഉറുമ്പ് കടിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചിത്രം. എന്നെ നന്നായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സാധനം കേട്ടോ.
അഡൽട്ട് സൈക്കോളജിയിൽ, അതായത് മനുഷ്യന്മാരുടെ മുതിർന്ന ആളുകളുടെ സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ഒരു മനുഷ്യനും ഭരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനും ഭരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ കസ്റ്റമർ ആയിക്കോട്ടെ, നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ഭൂമിയിൽ ഒരു മനുഷ്യനും വേറൊരു വ്യക്തിയാൽ ഭരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ന് പറയും. അവന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്. ആ ബോധത്തിന് മുകളിൽ ആരും വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എത്ര മികച്ച പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഭരണവിരുദ്ധ വികാരം എന്നൊരു വാക്ക് തന്നെ നമ്മൾ പൊളിറ്റിക്സിൽ ശ്രദ്ധിച്ചാൽ മതി. അത് നാച്ചുറലി നമുക്ക് ഉപദേശം തരുന്ന, നമുക്ക് ഇത് തരുന്ന ആളുകളെയോട് നമ്മൾ പോലും അറിയാതെ ഒരു റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഒരു മനുഷ്യനും ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ ആ റോബർട്ട് വാൾഡിംഗർ പറഞ്ഞ ആ ഒരു ഇതായിട്ട് കൂട്ടി ചേർക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പുട്ട് ഏറ്റവും മനോഹരമാക്കുന്നത് നടുവിലിട്ട ഫില്ലിങ്സ് ആണ്. ആ ഫില്ലിങ്സ് എന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? ലോകത്തെ ഏറ്റവും മികച്ച ഹാപ്പി ആയ ആളുകൾ, ഏറ്റവും ആരോഗ്യം നിറഞ്ഞ ആളുകൾ, ആ ഒരു സാധനം ഏറ്റവും മികച്ചതായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. പുട്ടിലെ തേങ്ങ. ലോകത്തെ ഏറ്റവും 75 കൊല്ലം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി നടന്നു. ലോകത്തെ ഏറ്റവും ഹാപ്പി ആയ ആളുകൾ, ഏറ്റവും ഹെൽത്തി ആയ ആളുകൾ ഈ ഒരു സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. എനി ഗസ്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. ഒന്നും കൂടി. ഏറ്റവും മികച്ച ആരോഗ്യത്തിന്, ഏറ്റവും മികച്ച സന്തോഷത്തിന് ഈ ഒരു സാധനം മനുഷ്യന് വേണമെന്ന് പറയണം. അച്ചടക്കം, സ്നേഹം, പീസ് ഓഫ് മൈൻഡ്, കോൺഫിഡൻസ് ഉണ്ട്. എല്ലാം ചേർത്ത് വെക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ. അദ്ദേഹത്തിന്റെ സ്റ്റഡി അതായിരുന്നു. ലോകത്തെ എത്തിച്ചൊരിതായിരുന്നു. ഏറ്റവും മികച്ച ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ്, ഏറ്റവും മികച്ച ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ലോകത്തെ ഏറ്റവും ഹാപ്പി ആയി നിൽക്കുന്നതും ഏറ്റവും ആരോഗ്യത്തോടെ ജീവിക്കുന്നതും. അപ്പൊ ആ പുട്ട് നിങ്ങൾ എന്തൊക്കെ നേടുന്നുണ്ടോ, പുട്ടിന്റെ ഉള്ളിൽ ഫില്ലിങ്സ് വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സൈക്കോളജി നമ്മൾ അറിയണം. ലോകത്ത് ഒരു മനുഷ്യനും ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇൻക്ലൂഡിങ് എൻ്റെ വൈഫും എൻ്റെ കുട്ടിയും ഞാനാൽ ഭരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എവിടെ അവരെൻ്റെ സ്വന്തമാണ്, ഞാൻ അവരുടെ ഭരണാധികാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അവരെ ഭരിക്കാൻ ചെല്ലുന്നു, അവർ നിങ്ങളെ ആന്തരികമായിട്ട് റിജക്ട് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഇലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്നോ നമ്മൾ പുരുഷവർഗത്തേക്ക് സ്ത്രീകൾ തട്ടിക്കളഞ്ഞാണ്. ഇലക്ഷൻ ഇല്ലാത്ത കാര്യം നമ്മളെല്ലാം പിടിച്ചു നിൽക്കുന്നു. അപ്പൊ ഈ ഭരണം നമുക്ക് ഒഴിവാക്കാം. ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരിക്കലും സ്ട്രോങ് ആയിട്ട് ആരെയും ഭരിക്കാൻ പോകരുത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മളുടെ ബന്ധങ്ങൾ, അത് വീട്ടിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ, ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എല്ലാവർക്കും പറയാം. സ്നേഹിക്കാം, സ്നേഹം കൊടുക്കാം. ഗ്രേറ്റ്. അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്. അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ് ഒരു വല്ലാത്തൊരു ഇതാണ്. അവരെ കേൾക്കുകയും അവർക്ക് വേദനിക്കാത്ത ലെവലിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുക, അവരെ കേൾക്കുക. അതെ അതെ, ഗ്രേറ്റ്. കേൾക്കുന്നത്, അംഗീകരിക്കുക, കേൾക്കുക, അംഗീകരിക്കുക. സൂപ്പർ. അപ്പൊ ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻസ് ആട്ടോ. ഈ സാറ് പറഞ്ഞ അത് എന്താണോ നടക്കുന്നത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുക, അത് വലിയൊരു തലാണ്. അതുപോലെ ഉസ്മാൻ സാർ പറഞ്ഞ ആ ഒരു കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ടും വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ആ വ്യക്തി പറയുന്ന കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് ആ പറയുന്ന വ്യക്തിയുടെ വാക്കുകളുടെ പുറകിലെ വികാരം, അവർ പോയി അനുഭവിച്ച അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു 3 മിനിറ്റ് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ ലാസ്റ്റ് 1 വീക്കിൽ? ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളൊരു കാര്യം പറയുന്നു, അവരുടെ വാക്ക് പൂർണ്ണമായും കേൾക്കുന്നു, വേറെ ഒന്നും ഞാൻ കേൾക്കുന്നില്ല, മൊബൈലില്ല, ഒന്നുമില്ല, അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കുന്നു, അവരുടെ വികാരം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു, അവരനുഭവിച്ച അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അതൊരു സിനിമ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ കഴിയാറില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇരിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യക്തി നമ്മളായിരിക്കും. സൂപ്പർ. കബീർ സാർ പറഞ്ഞു വല്ലാത്തൊരു ഇതാണ്. 3 തരം ലിസണിങ് ആണ്. ഒന്ന് പെരിഫറലായി കേൾക്കുന്നു, നമ്മളിങ്ങനെ കേൾക്കുന്നു. ഇപ്പൊ ഇതിൽ തന്നെ കുറെ ആളുകൾ ചിലപ്പോൾ വീട്ടിൽ പുട്ടുണ്ടാക്കിക്കൊണ്ട് ക്ലാസ് കേൾക്കുന്നുണ്ടാവും.
അവിടെ ആക്റ്റീവ് ആവുന്നില്ല, എൻ്റെ മനസ്സ് ആക്റ്റീവ് ആവുന്നില്ല. കേൾക്കുന്നുണ്ട്, ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഒന്ന് ഞാനും കബീർ സാറും ഷിജു സാറും സംസാരിക്കുന്നു, അത് ഞാൻ പൂർണ്ണമായി കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സാധനത്തിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് തേർഡ് വൺ ഈസ് ദ പെർഫെക്റ്റ് ആക്റ്റീവ് ലിസണിങ്. ഒരു ഡീപ്പർ ഇതാണ്. എനിക്ക് എൻ്റെ എല്ലാ എനർജിയും ഞാൻ കബീർ സാർ പറയുന്നത് കേൾക്കുകയാണ്. ഇവിടെയാണ് ഇന്ന് നമ്മുടെ ബന്ധങ്ങളിൽ, അത് കുട്ടികളായിക്കോട്ടെ, ജീവിത പങ്കാളി ആയിക്കോട്ടെ, 1-2 മിനിറ്റ് അവർ വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന അവസരത്തിൽ ഈ മൂന്നാമത്തെ ലെവൽ ഓഫ് ലിസണിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, കബീർ സാർ പറഞ്ഞ പോലെ ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ മറക്കില്ല. അത്രയും പവറാണ് അവർ. എനിക്കൊരു ബഹുമാനമാണ് ആ വ്യക്തിയോട് തോന്നുന്നത്, എന്നെ കേൾക്കുന്ന വ്യക്തിയോട്. അപ്പൊ ഇതും നമുക്കൊന്ന് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. അത്ര ഈസി എന്നല്ല, ഞാനും സമ്മതിക്കുന്നു. ഒരു ക്ലാസ് എടുത്തത് കൊണ്ട് ഞാനും വലിയ ഉസ്താദൊന്നും ആകുന്നില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ട്രെയിനർക്ക് ഒരു സുന്ദരിയായ സ്ത്രീ അയച്ചു കൊടുത്തൊരു മെസ്സേജാണിത്. ഒന്ന് വായിക്കാൻ പറ്റുമോ? Don't offer a lecture to a person who needs a hug. ഇതിന്റെ അർത്ഥം ആർക്കെങ്കിലും വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. Don't offer a lecture to a person who needs a hug. സാറേ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ടച്ചിന് ഒരുപാട് തലങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഷോൾഡറിൽ ഒരു പാറ്റ് ചെയ്യുന്നത്, അവിടെ പിന്നെ എത്ര ലെക്ചർ കൊണ്ടും കഴിയാത്തത് ചിലപ്പോ ഒന്ന് ഷോൾഡറിൽ നിന്ന് ടച്ച് ചെയ്യാൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഒരു മീനിങ് ആണ്. ഒരാള് ആഗ്രഹിക്കുന്നത് ഒരു കെയർ, ഒരു ടച്ചാണ്. അവിടെ പിന്നെ എന്ത് ലെക്ചറിന് എന്ത് വാല്യൂ എന്നുള്ളതാണ്. സൂപ്പർ, താങ്ക് യു കബീർ സാർ. ഈ മെസ്സേജ് കിട്ടിയ ട്രെയിനർ ഞാൻ തന്നെയാണ്. ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ ഭാര്യയിൽ നിന്നാണ്. തലേ ദിവസം ഞങ്ങൾ വഴക്കുകൂടി, കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ് നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതായി. നമ്മളും ക്ലാസ്സുകൾ എടുക്കുന്നെങ്കിൽ നമ്മളും ദുർബലരായ മനുഷ്യരാണ്. ഞാൻ സ്വയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ എൻ്റെ വൈഫിൽ നിന്നാണ്. അന്ന് രാത്രി അവൾ എനിക്ക് കിട്ടുന്ന മെസ്സേജാണത്. ഡോണ്ട് ഓഫർ എ ലെക്ചർ ടു എ പേഴ്സൺ ഹു നീഡ്സ് എ ഹഗ്. എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് അവരൊക്കെ എന്തെങ്കിലും വിഷമത്തിലായിരിക്കും പൊട്ടിത്തകരുക. അവിടെ നമ്മൾ സൈക്കോളജിയോ, നമ്മൾ പഠിച്ച കാര്യങ്ങളോ, നമ്മൾ ലോകത്തിൽ നിന്ന് പഠിച്ച സിദ്ധാന്തങ്ങളോ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ ഒന്ന് തല ചേർത്ത് പിടിച്ചാൽ മതിയായിരിക്കും, ഒന്ന് ടച്ച് ചെയ്താൽ മതിയായിരിക്കും. കബീർ സാർ പറഞ്ഞ പോലെ ഒന്ന് മൗനമായിട്ട് 10 സെക്കൻഡ് ഒപ്പം ഇരുന്നാൽ മതിയായിരിക്കും. ഞാൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു സെന്റൻസ് മറക്കില്ല. അത് മിസ്റ്റേക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും മണ്ടത്തരങ്ങളും അപകടങ്ങളും എല്ലാം സംഭവിക്കും. ആ സമയത്ത് ഈസ് ദർ എനി നീഡ് ടു ഗിവ് എ ലെക്ചർ? അവർക്ക് ഉപദേശമോ അല്ലെങ്കിൽ പ്രഭാഷണമോ അഡ്വൈസോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും പറയാം, ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ആ സമയത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്ത കാര്യമാണ്. അവിടെ അഡ്വൈസ് അല്ല, അവരെ ചേർത്ത് നിർത്തുക. ഗ്രേറ്റ്. ഇപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പുട്ടിന്റെ ആ ഒരു തേങ്ങ ഏറ്റവും മനോഹരമായിട്ട് ഫില്ല് ചെയ്യാൻ കിട്ടി. എനിക്ക് വളരെ മനോഹരമായ മെസ്സേജ് ആയിരുന്നു അത്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി. ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വാൽഡിങ്ങർ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ലോകത്തിലെ ഏറ്റവും വലിയൊരു റിസർച്ച് ആയിരുന്നു. 75 കൊല്ലം ഒരുപാട് പേര് റിസർച്ച് ചെയ്തു. അതിൽ അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും ഹാപ്പി ഹെൽത്തി ആളുകൾ അത് അവർക്ക് നിർബന്ധമൊന്നുമില്ല അവർ കോടീശ്വരന്മാരായിരുന്നു എന്ന്. അവരെല്ലാം ഏറ്റവും മികച്ച ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കിഗായി പുസ്തകത്തിൽ വേണമെങ്കിൽ അത് നോക്കാം. ഒരുപാട് ലോകത്തിന്റെ പല സ്ഥലത്തും ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ് എല്ലാ രീതിയിലും ഒരു ഹാപ്പി, വെൽത്തി, ഹെൽത്തി അല്ലെങ്കിൽ ഒരു പ്രോസ്പെറസ് ലൈഫ് അവർ അനുഭവിക്കുന്നത്. അപ്പൊ ഇനി ഇദ്ദേഹത്തിന് മറക്കില്ലല്ലോ. ലോകത്ത് പുട്ടിൽ ആദ്യമായിട്ട് തേങ്ങയിടാൻ പഠിപ്പിച്ച മനുഷ്യനെ മറക്കോ? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുസ്തകമാണ് ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. ആ മരണക്കിടക്കയിൽ എത്തിയ ആളുകൾക്ക്, ഒന്ന് ആരോഗ്യത്തിലായിരുന്നു അവര്, രണ്ടാമത്തെ 5 പശ്ചാത്താപങ്ങളെ കുറിച്ച് പറഞ്ഞത്. ആ അഞ്ചാമത്തെ പശ്ചാത്താപം അതിലൊന്ന് ഇതായിരുന്നു: ഐ വിഷ് ഐ ഹാഡ് സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് മൈ ഫ്രണ്ട്സ്.
എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് കൂടിയിട്ട് വളരെ നല്ല നിമിഷങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളോട് കൂടിയിട്ട് ജോലി, ബിസിനസ്, എന്തിനൊക്കെ വേണ്ടി ഓടിയിട്ട് എനിക്ക് ഏറ്റവും മികച്ച എൻ്റെ സുഹൃത്തുക്കളോട് കുറച്ച് നല്ല നിമിഷങ്ങൾ ആകാമായിരുന്നു. ഒന്നും കൂടി മനോഹരമായിട്ട് ഈ ജീവിതം ആസ്വദിക്കാമായിരുന്നു. അതിന് കണക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു അടുത്ത സെന്റൻസ്. ഐ വിഷ് ദാറ്റ് ഐ ഹാഡ് ലെറ്റ് മൈ സെൽഫ് ബി ഹാപ്പിയർ. എനിക്കൊന്നും കൂടി സന്തോഷിക്കാമായിരുന്നു. വല്ലാതെ എന്നെ ഭ്രാന്തമായി ഓടിക്കാതെ വളരെ നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊക്കെ വളരെ നല്ലൊരു ജീവിതം എനിക്കാകാമായിരുന്നു. ഈ ഫോട്ടോസ് നമ്മൾ എയർഫോഴ്സിലായിരുന്നു, കബീർ സാർ പറഞ്ഞ പോലെ. അപ്പം ഇന്ന് മൊത്തം സെഷൻ കഴിയുമ്പോഴേക്കും എൻ്റെ ഇൻട്രൊഡക്ഷൻ തരാം. ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു 20 കൊല്ലം. ഒരു റഷ്യൻ വിമാനത്തിന്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. ലോകത്തിന്റെ ഒരുപാട് ഭാഗത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 തരം വിമാനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒന്ന് IL-76 എന്ന് പറയും, ഗജരാജ്, വളരെ വലിയൊരു വിമാനമാണ്. ഒന്ന് IL-78 എയർ ടു എയർ റിഫില്ലർ ആണ്, ആകാശത്ത് നിന്ന് യുദ്ധവിമാനങ്ങൾക്ക് ഫ്യൂൽ കൊടുക്കുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണിക്സ് സ്ട്രീമിൽ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. അതിനുശേഷം അവിടെ ഗസ്റ്റഡ് റാങ്കിൽ പ്രൊമോഷൻ വന്നിരുന്നു. ക്ലാസ് 1 ഓഫീസറിനെ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എനിക്കെന്തോ എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഉള്ളിലെ തീപ്പൊരി ആ സമയത്തൊക്കെ പിടികിട്ടി. അപ്പോൾ അവിടുന്ന് VRS എടുത്തു, എയർഫോഴ്സ് വിട്ടു, സൈക്കോളജി, ട്രെയിനിങ്, ലൈഫ് കോച്ചിങ്ങിലേക്ക് വന്നു. അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ട്രെയിനിങ് പഠിക്കാൻ. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരൊറ്റ വർക്ക്ഷോപ്പിലൂടെ കുറേ പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ഗുണമാവും എന്നുള്ള രീതിയിലാണ് ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞ എയർഫോഴ്സ് നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാചകം തന്നെ അതാണ്, ഫ്ലൈ ഹൈ, ഉയർന്നു പറക്കുക. ഞങ്ങളൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ട്രെയിനിങ് മെത്തഡോളജീസ്, ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാട് ട്രെയിനേഴ്സിന് കൊടുക്കുന്നു. ഇത് 4ാമത്തെ ബാച്ചിൻ്റെ ഫോട്ടോ ആണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഈ 4ാമത്തെ ബാച്ചിൽ വന്ന, ആ പൊതുവെ 4 ബാച്ചിലും ഈ 4ാമത്തെ ബാച്ചിൽ വന്ന ഏകദേശം 80-90% ആളുകൾക്കും ഈ ട്രെയിനിങ്ങിന്റെ മുന്നേ തന്നെ എന്നെ അറിയാമായിരുന്നു. അവർക്ക് നേരിട്ട് കണ്ടില്ലെങ്കിലും അവര് ക്ലാസ്സുകളിലൂടെ, ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ അവർ എന്നോട് കണക്റ്റഡ് ആയിരുന്നു. എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊഫഷണൽ ലൈഫിൽ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഇതൊന്ന് കിട്ടുന്നുണ്ടോ? 90% ആളുകൾക്കും എന്നെ നേരിട്ട് അറിയാമായിരുന്നു എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. ഇനി ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലൊരു സാധനം കിടക്കുന്നുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും പിടികിട്ടിയാൽ ഷെയർ ചെയ്യാം. നമ്മളെ ബന്ധങ്ങളാണ് നമ്മളെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. കബീർ സാർ പറഞ്ഞ തന്നെയാണ്. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. HBR, ഹാർവാർഡ് ബിസിനസ് റിവ്യൂല് പണ്ട് ബന്ധങ്ങൾ ബിസിനസ്സിനെ സഹായിച്ചിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് തന്നിരുന്നത്. ഇന്ന് അത് മാറി. ഇന്ന് ഈ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊളാബ് എന്നൊരു പുതിയ വേർഡ് വന്നു. ഏറ്റവും മികച്ച രീതിയിൽ വളരുന്ന ആളുകളെല്ലാം, എനിക്കൊരു കഴിവുണ്ടാവും. ഈ ഞങ്ങളുടെ ഫ്ലൈ ഹൈ തന്നെ അങ്ങനെയാണ്. ഞാനും അരുൺ സാറും കൂടിയിട്ടുള്ള ഒരു കൊളാബായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കഴിവ് വേറെയാണ്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ അവിടെ ഒരു സൂപ്പർ പവർ ആവുകയാണ്. അപ്പൊ എൻ്റെ കഴിവ്, കബീർ സാറിന്റെ കഴിവ്, നന്ദകുമാർ സാറിന്റെ കഴിവ്, എൻ്റെ സ്ഥാപനത്തിന്, എൻ്റെ പ്രൊഡക്റ്റിനനുസരിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളെ ഞാൻ കൊളാബ് ചെയ്യാൻ പഠിക്കുന്നു, ഞാൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നു, ഞാൻ വളരാൻ പഠിക്കുന്നു. ബന്ധങ്ങൾ ഹാപ്പി ആക്കുന്നു, ഹെൽത്തി ആക്കുന്നു, നിങ്ങളെ പതുക്കെ പ്രൊഫഷണലി വെൽത്തി ആക്കുന്നു. HBR റിവ്യൂ നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കേരളത്തിൽ വല്ലാതെ ഓടി, ഒരുപാട് ആളുകൾ കാണുന്നു. ഏതാനും സിനിമ? എനി ഗസ്? വാഴ. എത്ര പേര് കണ്ടു? ഇഷ്ടപ്പെട്ടോ വാഴ? ഗ്രേറ്റ്. അതിൽ വളരെ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒന്ന് ഡ്രഗ്സിനെ കുറിച്ചുള്ള മെസ്സേജാണ്. രണ്ടാമത് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം, ഇദ്ദേഹം പറഞ്ഞ, ഈ ഹാർവാർഡിന്റെ ഈ മനുഷ്യൻ പറഞ്ഞ, റോബർട്ട്, ഈ നമ്മുടെ സൈക്കാട്രിസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യം, തേങ്ങയിലെ പുട്ടിന്റെ ഇടയിൽ കിട്ടുന്ന തേങ്ങ, ബന്ധങ്ങളെ കുറിച്ചും വളരെ മനോഹരമായിട്ട് ആ സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഈ പാട്ടൊന്ന് കേൾക്കുക. കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ സൗണ്ട് വരുന്നില്ലേ? ആരും കാണത്തില്ല. തമ്മിൽ പിണങ്ങി പോകല്ലേ,
ഈ പടം ഞാൻ ഈ ഒരു പാട്ട് ഇത് വലിയൊരു പാട്ടാണ്. ഈ പാട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാനടക്കട്ടോ എൻ്റെ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ പതുക്കെ കരയുന്നുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകളും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ വളരെ കണക്ട് ആകേണ്ട ആളുകൾ, അത് സഹോദരങ്ങളാകാം, രക്തബന്ധമുള്ള ആളുകളാകാം, ഇതാവാം, പല ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നു നിൽക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഞാനും അത് ഫീൽ ചെയ്തു. അപ്പൊ ചില ആളുകളോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ തെറ്റിദ്ധാരണ മാറണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒഴുക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ വളരെ പീസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഉള്ളിലും ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് കിടക്കുന്നതെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു ഭാരത്തോടു കൂടിയായിരിക്കും ആ വ്യക്തികൾ ജീവിക്കുക. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ പറ്റുന്ന ബന്ധങ്ങൾ ഒന്ന് സോറി പറഞ്ഞാൽ തീരാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് വിടാം. നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലൊക്കെ ചെറിയ തെറ്റിദ്ധാരണയുടെ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സോറി പറയാം. ഒരു സോറി പറഞ്ഞോണ്ടൊന്നും ഇവിടെ ആകാശം ഇടിയാനൊന്നും പോകുന്നില്ല. അവര് ഇനി എത്ര പറഞ്ഞിട്ടും അവർ ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലിവ് ഇറ്റ്, നോ ഇഷ്യൂ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ മികച്ച ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു ബെറ്റർ എനർജി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫ്രീ ബേർഡായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ ഉയരാൻ പറ്റും. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. പക്ഷെ അതിന് പകരം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് റിവെഞ്ച് വെക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സ്ട്രഗിളിംഗ് ആണ്. അപ്പൊ അത്രമാത്രമാണ് തേങ്ങയുടെ പുട്ടിന്റെ തേങ്ങാപ്പേരിക്ക് നമ്മളോട് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, പുട്ട് വേകുന്നത് അല്ലെങ്കിൽ അത് ബോയിൽ ആകുന്നത് അതിന്റെ അടിയിൽ എന്താണ്? തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ? ചൂടുവെള്ളം. ചൂടുവെള്ളമാണ്. വെള്ളം നല്ല തിളയ്ക്കുമ്പോഴാണ്, ആ ഒരു സ്റ്റീമിലാണ്, ആവിയിലാണ് പുട്ട് വേകുന്നത്. പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ്. നമ്മുടെ ലൈഫും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഏറ്റവും സ്നേഹം കൊടുക്കുന്ന, നിങ്ങളെ ഏറ്റവും പ്രതീക്ഷിക്കുന്ന, നിങ്ങളെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആവി തരിക. അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു ഗെയിമാണ്, ഒരു ഹയർ ഓർഡർ ഡ്രാമയാണത്. അത് കുറച്ച് സീരിയസ് ആയി ചിന്തിക്കുമ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ലോജിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ ലോജിക്കും ഇല്ലാതെ ആളുകൾ നിങ്ങളെ വിഷമിപ്പിക്കും, നിങ്ങളെ തകർക്കാൻ വരും. നിങ്ങൾ സഹായിച്ച ആളുകൾ നിങ്ങൾക്ക് പണി തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു കാരണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു ആവി തരുമ്പോഴും നമ്മളൊന്ന് സേഫ് ആക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ തകർന്നു പോകും. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ മറ്റുള്ളവർ തരുന്ന ഇതിൽ നിന്ന് റിവെഞ്ചിലേക്ക് പോകാതെ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് ഒരു ബെറ്റർ ലൈഫിലേക്ക് നമ്മളും കടക്കണം. പുട്ട് വീണ്ടും കഥ തുടരുകയാണ്. ഒരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരിക്കലും മുന്നിലും പിന്നിലുമായിരുന്നവർ ഒരുമിച്ച് കൂടി. ഗ്രേറ്റ്, സൂപ്പർ. എല്ലാവർക്കും പറയാം. മോർച്ചറിയിൽ കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിയാണ്. ആ ഡെഡ് ബോഡി എന്തെങ്കിലും പറയുന്നുണ്ടോ? ആളുകൾ അയാളുടെ പേര് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല. ഒരു ടാഗ് അവിടെ കിടക്കുന്നുണ്ട്. ഡെഡ് ബോഡി, മരണം, മരണത്തിന് വേറെ എന്തെങ്കിലും മീനിങ് ആരെങ്കിലും കാണുന്നുണ്ടോ? മരണം ഒരു സാധനം ഉണ്ട് ലൈഫിൽ. അതിനെ നമ്മൾ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും, ഇനി വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സാധനം അത് വരും. അത് നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം, ഞാൻ കണ്ട, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരുപാട് ആളുകൾ, അവർ ജീവനുണ്ട്, അവർക്ക് ബയോളജിക്കലി ദേ ആർ അലൈവ്, പക്ഷെ ജീവിക്കുന്നില്ല. ജീവിച്ചു ഇരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് നമ്മൾ സമ്മതിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ജീവൻ നഷ്ടമാകാൻ. ഒരു മനുഷ്യന് ജീവൻ കിട്ടുന്നത് അത് എപ്പോഴാണെന്നും കൂടി നമ്മൾ നോക്കണം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ
മരിക്കാൻ വിടരുത്. അല്ലെങ്കിൽ ബയോളജിക്കലി അലൈവ് എന്നൊരു കണ്ടീഷൻ അത് ഒരുപാട് എല്ലാവർക്കും ഉണ്ട് ഇവിടെ. പക്ഷെ എത്ര പേര് ലൈഫിൽ റിയലി ജീവിക്കുന്നുണ്ട്, അതൊരു വലിയ ചോദ്യമാണ്. ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ആനന്ദം നിറഞ്ഞിട്ട്, ഉള്ളിലൊരു ത്രസിപ്പിക്കുന്ന എനർജി ആയിട്ട് എത്ര പേര് ജീവിക്കുന്നുണ്ട്? എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ജീവിതം. അപ്പൊ അതിനും പുട്ടിനും എന്തോ പറയാണ്ട്. അതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ ഉണ്ടോ? Last time that we met, Charlie also tried to convince me to ride the bike that he was riding. Remember in El Salvador, he tried to sell me the BMW. Do you want to ride my bike? The crossing. Oh, hey! It's gonna be cold, eh? It's a bit steep also. Okay, we are here. Look, it's amazing, eh? Oh man! It's quite steep, huh? Yep. ഈ ലേഡീനെ ആർക്കെങ്കിലും അറിയോ? ഇച്ചി ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ലോകപ്രസിദ്ധമായ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ഈ ലേഡി. ഡച്ചുകാരിയായിരുന്നു. ഏകദേശം 30-ാം വയസ്സിൽ ഒരുപാട് സ്നേഹിച്ച ഭർത്താവ് തന്നെ ചീറ്റി ആയിരുന്നു എന്ന് അറിഞ്ഞിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കടുത്ത ഡിപ്രഷനിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. അവരുടെ ജോലി ജിയോളജിസ്റ്റ് ആയിരുന്നു. പണവും ജോലി വീട് എല്ലാം വിറ്റിട്ട് എല്ലാം നിർത്തി ജീവിതമേ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അവസാനം ഇന്ത്യയിൽ വന്നു. ബൈക്ക് എടുത്ത് റൈഡ് ചെയ്തിട്ട് പതുക്കെ, എന്താ പറയാ, ഒരുപാട് റൈഡ് ചെയ്യുന്നു. ഇപ്പോൾ 50-60 കൺട്രീസിൽ റൈഡ് ചെയ്തു, അതിലും കൂടുതലുണ്ടാവും. റൈഡിങ്ങിന്റെ ഇടയിൽ ഒരുപാട് ആക്സിഡന്റ് പറ്റി, കൈകളെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. ഈവൻ താലിബാൻ ഏരിയയിൽ, അഫ്ഗാൻ ഏരിയയിൽ ഒരുപാട് വളരെ, എന്താ പറയുക, പുരുഷ ജേതാക്കൾ പോലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഭയപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തൊരു ലേഡിയാണ്. റൈഡിങ് ക്യൂൻ എന്നറിയപ്പെടുന്ന നൊറാലി ഷൂമേക്കർ. അവരുടെ ഇച്ചിങ് ബൂട്ട്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെ വളരെ ഫേമസ് ആണ്. സമയം കിട്ടുമ്പോൾ നോക്കാം. ഇച്ചിങ് ബൂട്ട്സ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ്, പല ട്രെയിനിങ് സെഷനിലും ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്, ഫോജ സിംഗ്. ഇദ്ദേഹം കടുത്ത ഡിപ്രഷനായ ഒരു വ്യക്തിയായിരുന്നു. കുട്ടിക്കാലത്ത് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു. നടക്കാൻ വടി ഉപയോഗിച്ച് നടന്നൊരു മനുഷ്യനായിരുന്നു. ഡണ്ടാ സിംഗ് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്, വടി കുത്തി നടക്കുന്ന കാരണം. അത് കഴിഞ്ഞ് 87 വയസ്സാകുമ്പോഴേക്കും ഭാര്യയും മക്കളും അതുവരെ ഒപ്പം ഉണ്ടായിരുന്ന പെങ്ങളുടെ കുട്ടികളും മരിച്ചു. ഒറ്റപ്പെട്ട് കടുത്ത ഡിപ്രഷനിലായപ്പോൾ അദ്ദേഹം പതുക്കെ ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങി, പതുക്കെ ഓടാൻ തുടങ്ങി. 89-ാം വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം ഒരു ക്രോസ് കൺട്രി ഹാഫ് ഓടി. 90 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ഫുൾ മാരത്തോൺ ഓടി. 95-ാം വയസ്സിൽ ഫുൾ മാരത്തോൺ ഓടി. 100 വയസ്സിലും മാരത്തോൺ ഓടി. 105 ഏകദേശം എനിക്ക് തോന്നുന്നു 108 അത് 12 കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. അതും റോഡിൽ നടക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ ഇന്ത്യയിൽ വെച്ചിട്ട്. ഈ രണ്ടുപേരും പറയുന്നത്, ഇവർ രണ്ടുപേരും ജീവിതത്തിൽ നിന്ന് നമുക്ക് പുട്ടിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമുണ്ട്. അത് കാണാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി. വളരെ റിച്ചായ പുട്ടാണ്. ആ പുട്ട് വെറുതെ അങ്ങോട്ട് വരുമോ? അതിന്റെ പുറകിൽ കാണാതെ പോയൊരു ആക്ഷൻ ഉണ്ട്. ആ വീഡിയോയിൽ ഇല്ലാത്തൊരു ഭാഗം. ആർക്കെങ്കിലും പിടികിട്ടിയോ? ഏതായിരിക്കും ആ ഭാഗം? അതിനൊന്ന് തള്ളി കൊടുത്തോ? ആവി കൊണ്ട് ശേഷം ആവി കൊണ്ട് അവിടെ സ്ട്രോങ് പുട്ട് ഫോം ആയി. ആ പുട്ട് പുറത്തേക്ക് വരുമോ? ഒന്ന് തള്ളി കൊടുത്തു. തള്ളി കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ മരത്തിന്റെ വടിയായിരിക്കും, അല്ലെങ്കിൽ മെറ്റലിന്റെ ഒരു സാധനം ആയിരിക്കും. അത് വെച്ചിട്ട് പുട്ടിന്റെ കുറ്റിയുടെ ഇവിടെ ഒന്ന് പ്രഷർ കൊടുക്കുമ്പോഴാണ് പുട്ട് വരുന്നത്. ഇപ്പോ ഇനി നിങ്ങൾ നേരത്തെ കണ്ട 2 വ്യക്തിയുടെയും ലൈഫിലും നോക്കുക. പ്രപഞ്ചം നമ്മളെ ഏറ്റവും മനോഹരമായ പുട്ട് നിർമ്മിക്കാൻ ചിലപ്പോൾ ഒരു തള്ളും. അത് ചിലപ്പോൾ ഏറ്റവും വലിയ വേദനകളിലൂടെ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ എന്താ പറയുക വേർപാടാകാം.
ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ആളുകളുടെ ചതിയായിരിക്കാം. തകർത്ത് തരിപ്പണമാണെന്ന് നമ്മൾ ചിന്തിച്ച് കിടക്കുന്ന ഒരു വിഷയമാവും. പക്ഷെ ശരിക്കും അതൊരു പുട്ട് പുറത്തേക്ക് എടുക്കുന്ന പോലെ ഒരു പുഷാണ്. ആ പുഷിന്റെ ഉള്ളിലെ ആ അറിവ് ഇത് എന്നെ പുറത്തേക്ക് എടുക്കുകയാണ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് സൃഷ്ടി വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ അവർ ഈ വേദനേനെ പർപ്പസിലേക്ക് മാറ്റും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ഫൗജ സിംഗ് ക്രോസ് കൺട്രി ഓടിയത്. അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല 87 വയസ്സുള്ള ആള് 100-105 വയസ്സിലൊക്കെ പോയിട്ട് ക്രോസ് കൺട്രി ഓടുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയനാണോ യു കെ സിറ്റിസൺഷിപ്പ് കിട്ടി. അവിടുത്തെ വളരെ മികച്ച അവാർഡുകളടക്കം ആ പ്രായത്തിൽ കിട്ടി. സാധാരണ പഞ്ചാബിലൊരു മനുഷ്യൻ. ആ ലേഡിയുടെ അവസ്ഥ തന്നെയാണ്. ഒരുപാട് ആളുകളുണ്ട് ഭർത്താവിന്റെ മരണശേഷം ഒട്ടും ബിസിനസ് ചെയ്യാത്ത ലേഡീസൊക്കെ ഇങ്ങനെ ഒരു പുഷ് കിട്ടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പൊട്ട് സൃഷ്ടിക്കുന്നവര്. അപ്പൊ ആ ഒരു പെയിനെ പർപ്പസിലേക്ക് ഒരു മാറ്റാണ്. ഇവിടെ ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. പുട്ടിന് ആ പുഷ് ആവശ്യമുണ്ട്. ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെ വേദന നിറഞ്ഞ പുഷ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പുഷ് കിട്ടാതെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ട്രാജഡി വരാതെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് ഞാൻ എടുക്കില്ല എന്നുള്ളൊരു മസിൽ പിടുത്തം നമുക്ക് ആവശ്യമുണ്ടോ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. എൻ്റെ ലൈഫിൽ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും മോശകരമായ ഏറ്റവും വേദനിക്കുന്ന അവസ്ഥകൾ വന്നിട്ടേ ഞാൻ എൻ്റെ മികച്ച ലൈഫ് സൃഷ്ടിക്കൂ എന്നുള്ളൊരു ബലം പിടുത്തം ആവശ്യമുണ്ടോ? എല്ലാവർക്കും ഒരിക്കലുമില്ല. നമുക്ക് സാഹചര്യങ്ങൾ വരുന്നതാണ് നമ്മളെ കൈ പിടിച്ചുയർത്തുന്നത്. ഒരിക്കലുമില്ല. അത്രേ ഉള്ളൂ. ആരെയും വെയിറ്റ് ചെയ്യണ്ട, ഒരു വേദനയ്ക്കും വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് മുതൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫിന് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മേഖലയിൽ, നിങ്ങൾ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ you are totally responsible for yourself, whatever you do. It's no good blaming environment, heritage. My mother and father were like this, therefore I'm like that. Society is ugly, so I'm caught in a society. It's all, you follow? We don't change because we don't want to, simply. If you want to do something, you do it. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, എൻ്റെ ലൈഫിൽ ഏറ്റവും വെളിച്ചം നൽകിയ ഒരു വ്യക്തിയാണ് JK ജിത്തു കൃഷ്ണമൂർത്തി. അദ്ദേഹം പറയുന്നത് അതെ, ലോകത്തിൽ മാറാൻ പറ്റാത്ത ഒരു മനുഷ്യനുമില്ല. ഏത് മനുഷ്യനും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മാറാൻ കഴിയും. പക്ഷേ അത് മാറണമെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എടുക്കുക, ആ മാറാനുള്ള തീവ്രതയോടെ പ്രവർത്തിച്ചു തുടങ്ങുക. നമ്മൾ മാറാത്തതിൻ്റെ ഏക കാരണം തീവ്രമായിട്ട് ഞാൻ മാറുന്നില്ല, എനിക്ക് മാറണം എന്നുള്ള ചിന്ത വരാത്ത കാരണമാണ്. വേദന വന്നു കഴിഞ്ഞാൽ 100% ആളുകൾ മാറും. എൻ്റെ ബ്രദറിലോൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മാറുന്നുണ്ട്, പക്ഷെ വൈകിട്ടുണ്ട് കണ്ടീഷൻ. 4th സ്റ്റേജിലെത്തിയിട്ട് ഇനി ദൈവത്തിൻ്റെ ഇതിലാണല്ല. അപ്പം അതുവരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ കുടുംബത്തിന്, എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ മാറാൻ ഇത്രയും വലിയ വേദനയുടെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ഉറച്ച തീരുമാനം മതി. ഇതെൻ്റെ ലൈഫാണ്. എൻ്റെ ഏറ്റവും മികച്ച കാര്യങ്ങൾ, എൻ്റെ ഏറ്റവും മികച്ച എന്നെ സൃഷ്ടിക്കേണ്ടത് ഈ ഭൂമിയിൽ വേറെ ആരും വരില്ല. അതെനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. അപ്പം അവസാനമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു വാചകം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ ആകാശത്ത് പറക്കാൻ ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ദ വിങ്സ് ആർ യുവേഴ്സ് ആൻഡ് ദ സ്കൈ ബിലോങ്സ് ടു നോ വൺ. ഈ ആകാശത്ത് പറക്കാൻ നിങ്ങൾക്ക് ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ആകാശം ആരുടെയും കുത്തകയല്ല. പറക്കാനുള്ള എല്ലാ ചിറകുമായിട്ടാണ് ഈ ഭൂമിയിൽ നിങ്ങൾ വന്നിട്ടുള്ളത്. ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ലൈഫ്, അതിലേക്ക് പറന്നു തുടങ്ങുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു മനുഷ്യനും 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, കരഞ്ഞു തീർക്കുക. എനിക്ക് സംഭവിച്ച, എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് കരഞ്ഞു തീർക്കാം. സ്വാമി വിവേകാനന്ദൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പാപം, ഞാൻ ഏറ്റവും വേസ്റ്റാണ്, എനിക്കൊന്നിനും കഴിയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ പാരൻസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കുന്ന ഏറ്റവും വലിയ പാപമാണത്. രണ്ടാമത്, എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് ചിലപ്പോൾ സൊസൈറ്റിക്കോ നാടിനോ വീട്ടിനോ അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, അതെല്ലാവരും തൃപ്തിപ്പെടുത്തണമെന്നാവില്ല. പക്ഷെ എനിക്ക് എന്നെ തൃപ്തിപ്പെടുന്ന എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു മേഖലയിൽ എനർജി കൊടുത്തുകൊണ്ട് ഏറ്റവും മികച്ച എന്നെ എനിക്ക് സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ അന്നാണ് ഒരു മനുഷ്യൻ ജീവിതം തുടങ്ങുന്നത്. ഡെഡ് ബോഡി അല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്ന അന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
താങ്ക് യു ദിനേശ് ശങ്കർ സാർ, മെനി താങ്ക്സ്. വളരെ ഗംഭീരമായിട്ട് നമ്മളെ ഒരു 45 മിനിറ്റ്സ് എല്ലാവരെയും ഫ്ലൈ ഹൈ ആകാശത്തോടെ പറപ്പിക്കാൻ താങ്കൾ ശ്രമിച്ചു. എല്ലാവരെയും കൂടെ പറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 52 പേരോളം ഇതിനകത്ത് ജോയിൻ ചെയ്തു. വന്നവർ 1000 പോയില്ല. എല്ലാവരും താങ്കളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം വരെ. അതാണ് ഒരു ട്രെയിനറുടെ വിജയം. തുടക്കത്തിൽ ഇത്ര പേര് ജോയിൻ ചെയ്തു, അവരെ അവസാനം വരെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത്. ചില ആൾക്കാരെല്ലാം പകുതി വഴിയിൽ ഇറങ്ങിപ്പോയാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് അത്രയും ഇഫക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം വളരെ ഗംഭീരമായിരുന്നു എന്ന് തന്നെയാണ്. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഫ്ലോറിൽ നിന്ന് ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യോ അൺമ്യൂട്ട് ചെയ്തോ പറയാം. ഷിജു പറഞ്ഞോളൂ. ദിനേശ് സാർ, റിയലി എക്സലന്റ് സ്പീച്ച്. വളരെ രസകരമായിട്ട് പറഞ്ഞു. സാറ് വലിച്ചു നീട്ടുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. സാറ് പുട്ടുണ്ടാക്കിയ കഥ വെച്ചായതുകൊണ്ട് അത് തന്നെ പറയുന്നു. ഇത് നമുക്കെല്ലാവർക്കും പിന്നീ എന്നുള്ള നല്ലൊരു ഉയർന്നു വരാനുള്ള ഒരു നല്ലൊരു തള്ളു തന്നെയാണ് ഇത്. എക്സലന്റ്, റിയലി താങ്ക് യു വെരി മച്ച്. കബീർ സാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവരാൻ സാർ. റിയലി സൂപ്പർ. ദിനേശ് സാറിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ, ഈ 4th സ്റ്റേജിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ട് കബീർ സാറിന്റെ നമ്പർ വാങ്ങി എന്നെ വിളിക്കുക, ഒരു സജഷൻ തരാനുണ്ട്. ഓക്കെ സാർ, ഓക്കെ, തീർച്ചയായും. അത് പേഴ്സണലി. ഓക്കെ സാർ, റിയലി താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ദിനേശ് സാർ, ഉസ്മാൻ പറയാം. സാറ് ഉയരത്തിൽ പറപ്പിക്കാൻ സാധാരണക്കാരനായ എന്നെ പ്രചോദനപ്പെടുത്തിയ ഒരാളാണ്. ഏതൊരു സപ്പോർട്ടിലും ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ കബീർ സാർ ഈ ലിങ്ക് ഒരു ഗ്രൂപ്പിലിട്ടു. ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് 5 പൈസ മുതൽ മുടക്കില്ല. എങ്ങനെ നമുക്ക് അത്രയും വലിയൊരു അറിവാണ് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളും ഈ ഭൂമിയിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് യൂസ്ഫുൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കുന്നവരാണ് എവിടെയെങ്കിലൊക്കെ ആയിട്ട് എത്തിപ്പെടുന്നത്. അല്ലാതെ ഒരാൾ കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിട്ട് ആരും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കോഫി ടോക്കിൽ കബീർ സാർ ഇടാൻ കാരണം ഇത്രയും വിലപ്പെട്ട വാക്കുകൾ, അതാണ് നമുക്ക് ഇതിൽ പ്രചോദനമായത്. ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇതൊക്കെ പാടെ ഞാൻ വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാകുക. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയാണ്. സാറ് എന്നെ കൈപിടിച്ച് എന്താ പറഞ്ഞു, ഉസ്മാൻ സാർ നിങ്ങൾ വേറെ ലെവലാണെന്ന് പറഞ്ഞിട്ട് എന്നെ അത്രത്തോളം പ്രചോദനപ്പെടുത്തിയതാണ്. താങ്ക് യു. എന്നെ ഇങ്ങനത്തെ ഒരു ലിങ്ക് അയച്ചെന്ന് കബീർ സാറിനാണെന്നുണ്ടെങ്കിൽ ശരി, വളരെ വളരെ നന്ദി. താങ്ക് യു സാർ, താങ്ക് യു. വേറെ ആരെങ്കിലും അല്ലെങ്കിൽ സുരേന്ദ്രൻ സാർ 2 വാക്ക് സംസാരിക്കണം. അഞ്ജൻ സുരേന്ദ്രൻ സാർ നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. സാറിന്റെ റിമാർക്ക്. ദിനേശ് സാർ നന്നായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുട്ടിൽ നിന്നുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിനിടയ്ക്ക് ചേർക്കുന്ന പീര, ഇതെല്ലാം കൂടെ ചേർന്നാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാർ ഒരുപാട് പറയാതെയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത്. ഒരു വാചകം പറഞ്ഞല്ലോ, nobody likes to be advised and he wants to be comforted. Whenever he is looking for a hug, he cannot go on advising like that. Be controlled. And he compared the election result also. Yes. For 10 years, a lot of things went on which majority of the people did not like. So the result has come this way. Okay, I'm not speaking politics. Yes. Okay, Dinesh Shankarji, it was nice. Thank you, sir. Thank you. Okay. വേറെ ആർക്കെങ്കിലും? കാര്യം നമ്മൾ ഒരു സമയം ഒട്ടും കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം വൈകിട്ട് സമയത്ത് ആരുടെയും വിലപ്പെട്ട സമയം കളയുന്നില്ല. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഓട്ടോ ടാക്സിലേക്ക് കടക്കാണ്. ഈ പ്രോഗ്രാമിലെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ എന്റെ ഭാഗത്ത് ഗുഡ് നൈറ്റ് പറയുന്നു. അടുത്തായി ഫസൽ സാർ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഫസലുദ്ദീനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജെൽറ്റി കോർഡിനേറ്റർ ലാൻ കബീർദാസ് സാർ, ഉദ്ഘാടകൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ MJF ലാൻ രാജൻ നമ്പൂരി സാർ, ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ ട്രെയിനർ ആയ ദിനേശ് ശങ്കർ സാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും പ്രത്യേകമായ നമസ്കാരം. ഡിസ്ട്രിക്ട് 318 അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന റോറിംഗ് മൺഡേ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം സീരീസിന്റെ 44ാമത്തെ എപ്പിസോഡാണെന്ന്. അതായത് നമ്മുടെ DG അധികാരം എത്തിയിട്ട് 44 തിങ്കളാഴ്ചകൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും വ്യത്യസ്തരായ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് വിവിധങ്ങളായ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന നല്ല ഒരു സെഷനാണ് കൈകാര്യം പോകുന്നത്. നമ്മളെ MCC അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പറയുകയുണ്ടായി. മൾട്ടിപ്പിളിൽ തന്നെ വളരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ പ്രോഗ്രാം.
അദ്ദേഹം പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടവരെ പോലെ ആകരുത് എന്നുള്ള ഒരു വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആകാശത്ത് പറക്കുവാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ നമുക്ക് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും അതിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. നമ്മുടെ വ്യക്തിത്വത്തെ, സേവന സന്നദ്ധതയും കൂടുതൽ കരുത്തുറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പരമ്പര മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനറും മാസ്റ്റർ ഓഫ് ലൈഫ് കോച്ചുമായ ദിനേശ് ശങ്കർ സാറാണ്. അൺലീഷ് യുവർ ഗ്രേറ്റ്നെസ്, നിങ്ങളിലെ മഹത്വത്തെ പുറത്തെടുക്കുക എന്ന അതിപ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. ഓരോ മനുഷ്യനിലും അനന്തമായ കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവ തിരിച്ചറിയുവാനും അവയെ ഉണർത്തുവാനും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സെഷൻസ് നമുക്ക് നൽകുന്ന പുതിയ ഉൾക്കാഴ്ചകൾ ലയൺസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറിവ് പകരുക എന്ന വലിയ ലക്ഷ്യത്തിനായി നമുക്ക് സമയം കണ്ടെത്തിയ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ ഈവനിങ് അറിവിൻ്റെയും പ്രചോദനത്തിൻ്റെയും നിമിഷങ്ങളാൽ ധന്യമായിരുന്നു. ആദ്യമായി അൺലീഷ് യുവർ ഗ്രേറ്റ്നെസ് എന്ന വിഷയത്തിൽ നമുക്ക് അറിവ് പകർന്നു നൽകിയ പ്രിയപ്പെട്ട സ്പീക്കർ ദിനേശ് ശങ്കർ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ, എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയായ MJF ലയൺ രാജ് നമ്പൂതിരി സാറിനും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ സെക്ഷൻ്റെ അധ്യക്ഷനായിരുന്ന GLT കോർഡിനേറ്റർ ലയൺ കബീർദാസ് സാറിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് എത്തിയിട്ടുള്ള നമ്മുടെ PDG ആയിട്ടുള്ള സുരേന്ദ്ര സാർ, അതുപോലെ സ്ഥിരമായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ലയൺസിന്റെ ലീഡേഴ്സ്, ഇന്ന് പല ഗസ്റ്റുകളും ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. മലേഷ്യയിൽ നിന്ന് വരെ ഇതിനകത്ത് ആൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പല ലീഡേഴ്സും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രത്യേകമായ നന്ദി ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി അറിയിച്ച ഫസലുദ്ദീൻ ടോപ്പ് ടൈൽസ് ലയൺ ഡോക്ടർ ഫസലുദ്ദീന് ഫ്ലോറിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ടും അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. മീറ്റിംഗ് ഹിയർ ബൈ അഡ്ജോയിൻ. Thank you. Good night. Good night, sir. Good night. Good night. Thank you so much, sir. Thank you. Good night. പുട്ടാകാൻ പിന്നിൽ നിന്ന് തട്ടണമെന്ന പോൽ ജീവിതം ഒട്ടുയരത്തിലെത്താൻ തട്ടലിന്റെ വേദനയെ കൂടിയേ തീരൂ എന്ന് വട്ടത്തിൽ മൊഴിഞ്ഞ ദിനേശ് സാറിന് നന്ദി. താങ്ക് യു. അസീസ് വിളംബരം. ഗുഡ് അഭിനന്ദനം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. മാജി ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ. Good night.